കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിർണായകമായ ഒരു മാറ്റത്തിന് വഴിമരുന്നിട്ടുകൊണ്ട് 2020 ബി.ജെ.പിയുമായി കൈകോർക്കുന്നു എന്ന വാർത്ത രാഷ്ട്രീയ നിരീക്ഷകരെയും പൊതുസമൂഹത്തെയും ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ വികസന മുരടിപ്പിനെതിരെയും അഴിമതിക്കെതിരെയും പോരാടാൻ പുതിയൊരു സഖ്യം ആവശ്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും 2020 ചീഫ് കോഓർഡിനേറ്റർ സാബു എം ജേക്കബും ഈ പുതിയ ബന്ധത്തെ ശരിവച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം കേന്ദ്രീകരിച്ച് വളർന്നു വന്ന ഒരു പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനം ദേശീയ പാർട്ടിയായ ബി.ജെ.പിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങളെ അടിമുടി മാറ്റാൻ കെൽപ്പുള്ള ഒരു തന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിനെ ഒരു ലോകോത്തര മാതൃകയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് 2010 2020 എന്ന സംഘടന രൂപീകൃതമായത്. കിറ്റെക്സ് ഗ്രൂപ്പിന്റെ കോർപ്പറേഷൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഈ സംരംഭം പിന്നീട് രാഷ്ട്രീയ പോരാട്ടങ്ങളിലേക്ക് തിരിയുകയായിരുന്നു. അന്നത്തെ കോൺഗ്രസ് ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കും അഴിമതിക്കുമെതിരെ കിഴക്കമ്പലത്തെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ വലിയ വിജയം നേടി. തുടർന്ന് കുന്നത്തുനാട് മണ്ഡലത്തിലെ മറ്റ് പഞ്ചായത്തുകളിലും സ്വാധീനം വ്യാപിപ്പിച്ച 2020 കേരളത്തിലെ പ്രബലമായ രണ്ട് മുന്നണികൾക്കും ഒരുപോലെ വെല്ലുവിളിയായി മാറി. ഒരു വ്യവസായം നേരിട്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് അധികാരം പിടിക്കുന്ന രീതി കേരളത്തിന് പുത്തൻ അനുഭവമായിരുന്നുവെങ്കിലും കിഴക്കമ്പലത്ത് അവർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ അവർക്ക് വലിയ സ്വീകാര്യത നൽകി. എന്നിരുന്നാലും സംസ്ഥാനത്തെ വോട്ട് വിഹിതത്തിൽ വലിയ സ്വാധീനമില്ലാത്ത ഒരു സംഘടനയുമായി ബി.ജെ.പി സഖ്യത്തിൽ ഏർപ്പെടുന്നത് എന്തിനാണെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എറണാകുളം ജില്ലയിൽ നിർണായകമായ സ്വാധീനമുള്ള 2020 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ചില മണ്ഡലങ്ങളിൽ 10,000-കണക്കിന് വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബി.ജെ.പിക്ക് വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഈ വോട്ടുകൾ വലിയ മാറ്റമുണ്ടാക്കും. കൂടാതെ സാബു എം ജേക്കബിനെ പോലൊരു മുൻനിര വ്യവസായിയെ ഒപ്പം നിർത്തുന്നത് വഴി ബി.ജെ.പിക്ക് കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകളിലേക്കും വ്യവസായ സമൂഹത്തിലേക്കും കടന്നുകയറാൻ എളുപ്പമാകും. സാബു എം ജേക്കബിന് രാജ്യസഭാംഗത്വം നൽകി കേന്ദ്ര നേതൃത്വത്തിലേക്ക് എത്തിക്കാനുള്ള ചർച്ചകളും നടക്കുന്നുണ്ടെന്നാണ് സൂചന. ഒരു രാജ്യാന്തര നിലവാരമുള്ള കമ്പനിയുടെ തലവൻ എന്ന നിലയിൽ സാബുവിന്റെ സാന്നിധ്യം കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. സാബു എം ജേക്കബും കേരളത്തിലെ ഇടതു മുന്നണിയും തമ്മിലുള്ള പോര് ഈ സഖ്യത്തിന്റെ മറ്റൊരു പ്രധാന പശ്ചാത്തലമാണ്. കേരളത്തിലെ വ്യവസായ സൗഹൃദമല്ലാത്ത നയങ്ങൾക്കെതിരെ പരസ്യമായി രംഗത്ത് വന്ന സാബു ജേക്കബ് തന്റെ കോടിക്കണക്കിന് രൂപയുടെ പുതിയ വ്യവസായ പാർക്ക് തെലങ്കാനയിലേക്ക് മാറ്റിയത് ദേശീയ തലത്തിൽ വലിയ ചർച്ചയായിരുന്നു. സംസ്ഥാന സർക്കാർ തന്നെ പീഡിപ്പിക്കുകയാണെന്നും വ്യവസായങ്ങളിൽ അനാവശ്യമായ റെയ്ഡുകൾ നടത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. കുന്നത്തുനാട് എം.എൽ.എ. ശ്രീനിജുമായി ഉണ്ടായ കടുത്ത ഭിന്നത ഈ അകൽച്ച വർദ്ധിപ്പിച്ചു. ഇതോടെ CPM-ന്റെ പ്രധാന രാഷ്ട്രീയ ശത്രുക്കളിലൊന്നായി 2020 മാറി. ഈ ഒരു സാഹചര്യം മുതലെടുത്താണ് ബി.ജെ.പി സാബു ജേക്കബിനെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരിനെതിരെ ശക്തമായ നിലപാടുള്ള ഒരു നേതാവിനെ കിട്ടുന്നത് ബി.ജെ.പിക്ക് കേരളത്തിൽ വലിയ രാഷ്ട്രീയ കരുത്താകും. സമാന്തരമായ ഒരു ഭരണകൂടം എന്ന നിലയിൽ 2020 അടിച്ചമർത്താൻ ഇടത് സർക്കാർ ശ്രമിക്കുന്നു എന്ന പരാതിയും സാബു ജേക്കബ് ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ബി.ജെ.പിയുമായുള്ള സഖ്യം വഴി കേന്ദ്ര സർക്കാരിന്റെ സംരക്ഷണം ലഭിക്കുമെന്നും സംസ്ഥാനത്തെ ഭരണകൂട ഭീകരതയെ നേരിടാൻ കഴിയുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. മറുവശത്ത് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഠിനമായി പരിശ്രമിക്കുന്ന ബി.ജെ.പിക്ക് ജനകീയമായ വികസന മാതൃക അവകാശപ്പെടുന്ന ഒരു സംഘടനയുടെ പിന്തുണ വലിയ ഊർജമാണ് നൽകുന്നത്. ഈ സഖ്യം വെറും വോട്ട് കച്ചവടമല്ലെന്നും കേരളത്തെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കാനുള്ള കൂട്ടായ നീക്കമാണെന്നുമാണ് ഇരുവിഭാഗവും അവകാശപ്പെടുന്നത്. എങ്കിലും അഴിമതിക്കെതിരെ ഒറ്റയ്ക്ക് പോരാടുമെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും സഖ്യത്തിനില്ലെന്നും മുൻപ് പ്രഖ്യാപിച്ചിരുന്ന 2020 പെട്ടെന്നുള്ള ഈ നിലപാട് മാറ്റം അണികൾക്കിടയിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് കണ്ടറിയണം. കേരളത്തിലെ മതനിരപേക്ഷ വോട്ടർമാർ ഈ സഖ്യത്തെ എങ്ങനെ സ്വീകരിക്കുമെന്നതും വലിയ ചോദ്യമാണ്. വരാനിരിക്കുന്ന നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ സഖ്യം LDF-നും UDF-നും എത്രത്തോളം വെല്ലുവിളിയാകുമെന്ന് വ്യക്തമാകും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുകയും കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ധ്രുവീകരണം സംഭവിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല.